എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. ചക്കക്കുരു നന്നാക്കാൻ പറ്റാത്ത ആൾക്കാര് നമ്മുടെ അമ്മിക്കല്ലിന്റെ ഇടിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ 2 തട്ട് കെട്ടി കഴിഞ്ഞാൽ ചക്കക്കുരു ഇതുപോലെ ക്ലീൻ ആക്കി കിട്ടും. തോലും മാത്രം കളഞ്ഞാൽ മതി. അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ 2 വിസിൽ അടുപ്പിക്കാം. ഒരു ചട്ടിയിലോട്ട് വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പിട്ട് മുരിങ്ങക്കായ ഇട്ട് നന്നായി തിളപ്പിക്കാം. മുരിങ്ങക്കായൊക്കെ വെന്ത് വരട്ടെ. ഈ സമയം നമുക്ക് അരമുറി നാളികേരത്തിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 5-6 ചെറിയുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ച് പേസ്റ്റാക്കി വെക്കാം. ഇനി നമ്മുടെ മുരിങ്ങക്കായ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമാങ്ങ, പുളിക്കനുസരിച്ചുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അടിച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ നാളികേരത്തിന്റെ പേസ്റ്റും എല്ലാം കൂടി നന്നായി തിളച്ച് വറ്റണം. ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വറ്റിക്കണം. അപ്പൊ കുറച്ചു നേരം വറ്റട്ടെ. നമ്മുടെ മുരിങ്ങക്കായും ചക്കക്കുരും മാങ്ങയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇനി നമുക്ക് താളിക്കണം. വെളിച്ചെണ്ണയില് കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില, ചെറിയുള്ളി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റില് മാങ്ങ, മുരിങ്ങക്കായ, ചക്കക്കുരു കറി തയ്യാർ. അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ ഫ്രണ്ട്സ്.